ഇത് തേയിലയില പറിക്കുന്നതാണ്. കൈ കൊണ്ട് പറിച്ചേ ഞാനും കണ്ടിട്ടുള്ളൂ. ഇത് മെഷീൻ്റെ ഇതാ ഞാനിപ്പോഴാണ് കാണുന്നത്. അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടില്ല. ടി വിയിലൊക്കെ കാണുമ്പോൾ കൈയും കൊണ്ടല്ലേ പറിച്ച് കാണുന്നേ. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് രാമായി. രാമായി. ആഹാ, ഇവിടെ തന്നെ വീട്? ഇത് എത്ര വർഷമായി ഇത് ഈ തേയിലെന്നുള്ളു? ഇത് കുറേ നാളായി. ആണോ? ആഹാ. ഇത് ഈ കൂമ്പ് വരുന്നത് അപ്പപ്പ ഇങ്ങനെ നുള്ളി എടുക്കുവോ? ഇതിങ്ങനെ വരുമല്ലേ മക്കളെ, ഇങ്ങനെയല്ലേ വരുന്നേ. അപ്പൊ അത് വെട്ടു കയറി വരും. എന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് ഇത് ഉണക്കുകയൊക്കെ ചെയ്യുന്നത്? ഇത് ഉണക്കമൊക്കെ ഇല്ല, ഇങ്ങനെ തന്നെ കൊടുക്കണം. ഓ, ഇങ്ങനെ തന്നെ ഫാക്ടറി കൊടുക്കാണ്. ഫാക്ടറി കൊണ്ട് കൊടുത്താൽ അവര് ഉണക്കി വാട്ടി പൊടിയാക്കും. പൊടിയാക്കിയാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഈ ബോക്സിലേക്ക് ഇതിനകത്തേക്ക് ഇടുന്നല്ലേ? ഓ, ഇതപ്പോ എങ്ങനെ ഒരു ദിവസം എത്ര വെട്ടുന്നതിനനുസരിച്ച് 2 മണി വരെ ഉള്ളു പണി. ഓ, രാവിലെ തൊട്ട് 2 മണി വരെ ഉള്ളൂ. അപ്പൊ ആ 2 മണിക്കുള്ളിൽ എത്ര ചാക്ക് വിട്ടു? ഇത് എന്തോരം വെട്ടിയെടുക്കും? 100, 130, 120 ഇങ്ങനെ വെട്ടും. എങ്ങനെ, കിലോയാണോ? അതെയോ കിലോ വെട്ടും. അപ്പൊ ഇത് പച്ചയോടുകൂടിയുള്ള കിലോയാണോ കൊടുക്കുന്നത് ഫാക്ടറിയില്? ഓ, ഇത് അമ്മയുടെ മറ്റു തന്നെയാണോ അതെയോ ഇത് വർക്ക് ജോലി ചെയ്യാൻ വരുന്ന സ്ഥലമാണോ അതെയോ അമ്മയുടെ സ്വന്തമാണോ ഇതൊക്കെ? ഓ, ഇവിടെ റിസോർട്ടിന്റെ പറമ്പിൽ നിങ്ങൾ തന്നെ ആയിട്ട് തേയില കൃഷി ചെയ്യുന്നതല്ലേ? ഓ, ഓക്കെ ഓക്കെ. ആഹാ, കൊള്ളാലോ. ഇല്ല, കഴിക്കണം. അപ്പൊ അമ്മ തന്നെ വരാറുള്ളൂ അതെയോ? അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാണ് പച്ച കൊടുക്കുമ്പോ എങ്ങനെയാണ് ഇതിന്റെ വിലയൊക്കെ വരുന്നത്? കിലോയ്ക്ക് വില തരുന്നേ, പക്ഷെ മൊത്തമായിട്ട് ചെന്ന് ഫാക്ടറി വെയിറ്റ് ഇടും. ഓ, അങ്ങനെ വെള്ളത്തിന് ചാക്കിന് എല്ലാം പിടിച്ചിട്ട് ബാക്കിയുള്ളതിന് കിട്ടും. അതെ അല്ലേ? ഓ, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളത്തിന്റെ അംശം വരുന്നുണ്ടോ? വെള്ളം മഴ പെയ്യുമല്ലോ. ഓ, അത് അപ്പൊ അത് ഇലയിലേക്ക് ഇതാവുന്നുണ്ടോ? അത് എങ്ങനെ മാറ്റുന്നത്? അപ്പൊ എങ്ങനെയത്? അതൊന്നും മാറ്റാനൊന്നും പറ്റുകയില്ല. അപ്പൊ എന്താ ചെയ്യാ? വെള്ളത്തോടെ തൂക്കുക. ഓ, അങ്ങനെ കൊണ്ട് തൂക്കി അങ്ങ് കൊടുത്തേക്ക് മാത്രമേ ഉള്ളൂ. ഓഹോ, ഓക്കെ, അങ്ങനെ. അപ്പൊ കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? നമുക്ക് കിലോയ്ക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എടുക്കുന്നവർക്ക് കിട്ടും. നമ്മൾ വന്ന് കുളന്തി വെട്ടുന്നവർക്ക് ശമ്പളം. ഓ, അങ്ങനെയാല്ലേ? ഡെയിലി ശമ്പളമാണോ? ഡെയിലി ശമ്പളം. അത് ആഴ്ചയിൽ കിട്ടുകൊണ്ട് ഒരു ദിവസം 500 രൂപ. ഓ, അങ്ങനെയാല്ലേ? ആഴ്ചയിൽ ഒന്നിച്ച് കിട്ടും? ആഴ്ചയിൽ ശനിയാഴ്ച ആകുമ്പോൾ ഒന്നിച്ച് കിട്ടും. ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്ര വർഷമായി കാണോ ഈ തേയില നട്ടിട്ട് ഇവിടെ? ഇത് കുറേ നാളായി. അതല്ലേ, വർഷങ്ങളായി. എങ്ങനെ? ഇപ്പൊ ഈ കൊളന്തൊക്കെ കൊളന്ത് കുറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വെട്ടും. ഫുള്ളായിട്ട് വെട്ടി നിർത്തും. എന്നിട്ട് പിന്നെ അത് വരണല്ലേ? ഓ, ഇത് വർഷങ്ങളായിട്ട് നട്ടേക്കുന്നത് തന്നെയല്ലേ? വീണ്ടും വീണ്ടും കിളുത്ത് വന്നോണ്ടിരിക്കുന്നല്ലേ? വരും. പിന്നെ മരുന്നും വളം. ഓ, അങ്ങനെ ഇട്ടിട്ട്. അപ്പൊ ഇത് വെട്ടാത്ത ഏതെങ്കിലും സമയമുണ്ടോ? വെട്ടാനുള്ള സമയമുണ്ട്. സമയമെല്ലാം കഴിഞ്ഞ് വേറെ കണ്ടോ അപ്പുറത്തൊക്കെ വെട്ടിയേക്കുന്നത്. ഓ, അതൊക്കെ തേയിലയാണോ അവിടെയൊക്കെ? അതൊക്കെ തേയിലയാ. ഓ, ഞങ്ങള് വന്നപ്പോ ഓർത്ത പുല്ലായിരിക്കും ഓർത്തത്. തേയിലയല്ലേ അതല്ല? അതെ അല്ലേ? അപ്പൊ ഇത് എത്ര മാസം ഇത് വെട്ടാതിരിക്കുന്നുണ്ട്? 15, 20 ഇങ്ങനെയൊക്കെയുള്ള ഇതല്ല വെട്ടുന്നത്. അങ്ങനെ ഇല്ല അല്ലേ? ഓ, അപ്പൊ ഇതിപ്പോ അമ്മ പറഞ്ഞില്ലേ വെട്ടി നിർത്തൂന്ന്. അപ്പൊ ഇത് എത്ര നാളും കൊണ്ട് അത് വീണ്ടും നമുക്ക് വെട്ടാൻ പാകത്തിനാവും കിളുക്കുന്നത്? ഇപ്പം വെട്ടുന്നത് നല്ല അരിമ്പാണെങ്കിൽ അങ്ങനെ പറയാൻ അരിമ്പൊന്നുമില്ല, എല്ലാം വലിയ കോളം. അതെ അല്ലേ? ഇനി 1 മാസമാകും. ഇനി ഇതിപ്പോ ഇനി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 മാസമാവും വളർന്നു വരാനായിട്ട്. ഇങ്ങനെ വെട്ടും. രണ്ടാമത് വെട്ടും. അപ്പൊ ഇതിപ്പോ എന്തോരം ഉണ്ട് ഈ തോട്ടം ഫുള്ള്? ഇത് മാത്രമേ അമ്മയ്ക്കുള്ളോ? അപ്പുറത്തുണ്ടല്ലേ? ഡെയിലി ജോലിക്കുള്ളതുണ്ടല്ലേ? ഇപ്പൊ ഇവിടത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ വേറെ സ്ഥലത്ത് പോകും. അങ്ങനെയാ? ഇത് തീരുമ്പോഴേ 2-3 ദിവസമാകും. ഓ, അതെ അല്ലേ?
അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് അങ്ങനെ. വേറെ സ്ഥലത്തേക്കല്ല, ഇവിടെ തന്നെ ഉണ്ട് കാട്. ഇവിടെ തന്നെയാണോ? ആ ഹാ ഹാ. തൊട്ട് അടുത്തടുത്ത് ഇങ്ങനെ. ആ ഹാ ഹാ. ഇതെങ്ങനെ പാട്ടത്തിന് ഇടുന്നതാണോ? ഇടുന്നതാണോ? പാട്ടത്തിന് ഇടുന്നതും ഉണ്ട്, അല്ല പാട്ടത്തിന് ഇല്ലാത്തതും ഉണ്ട്. അതെ അല്ലേ? പാട്ടത്തിനുള്ളത് വർഷത്തില്. ഓ, എന്നിട്ട് വർഷത്തിൽ നമ്മൾ അവർക്ക് പാട്ടം കൊടുക്കും അല്ലേ? ഫുഡൊക്കെ എങ്ങനെയാ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണോ? അടുത്ത് തന്നെയാണോ വീട് ഇവിടെ? അതെ അല്ലേ? ആരൊക്കെയുണ്ട് വീട്ടില്? ഞാൻ മാത്രമേ ഉള്ളൂ. ആണോ? ഓ, അപ്പം മക്കള്? ഒരു മോള് കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ്? ആണോ? ഓ, അപ്പം അമ്മ തന്നെയാണോ ഇപ്പൊ ജീവിക്കുന്ന വീട്ടില്? ഞാൻ തന്നെയാ, പിന്നെ അമ്മയുണ്ട്. അതെ അല്ലേ? എൻ്റെ അമ്മയുണ്ട്. അതെ അല്ലേ? പ്രായമായി? അപ്പം അമ്മ തനിച്ചിരുന്നോളൂ അമ്മ ഇങ്ങോട്ട് പോകുന്ന സമയത്ത്? അതെ അല്ലേ? ഓ, പിന്നെ 2 മണി വരെ ഉള്ളല്ലോ അല്ലേ ഇത്? 2 മണി വരെ. അതെ അല്ലേ? ഇവിടെ എല്ലാം അങ്ങനെയാണോ? ഇപ്പൊ രാവിലെ 8 മണിക്ക് തുടങ്ങും? 8 തൊട്ട് 8:30 പണിക്ക് വരുമ്പോൾ. അതെ അല്ലേ? എന്നിട്ട് എന്ത് ജോലി ഇവിടെ അങ്ങനെ തന്നെയാ? എന്ത് ജോലിയാണ്? അതെ അല്ലേ? അതെന്താ അങ്ങനെ 2 മണി വരെ ഇവിടെ വെച്ചിരിക്കുന്നത്, സമയം വെച്ചിരിക്കുന്നത്? സമയം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ ഉള്ള ബുദ്ധിമുട്ടല്ലേ, പണിയല്ലേ. അതുകൊണ്ട് ഈ മിഷൻ വെട്ടുന്ന കാണുമ്പോൾ സുഖം. അതെ, വെട്ടാനായിട്ടുള്ള പാടുണ്ടല്ലോ. വെട്ടാനായിട്ട് പാട്. പിന്നെ നമ്മൾ വീട്ടിൽ പോയാൽ കിടന്നാൽ എഴുന്നേക്കത്തില്ല. ഓ, നല്ല ബോഡി പെയിൻ ഒക്കെ ആയിരിക്കും, മേലുവേദനയൊക്കെ എടുക്കും അല്ലേ? അതുകൊണ്ട് 2 മണി വരെ. പിന്നെ ഇപ്പൊ ഡെയിലി ആയതുകൊണ്ട് അമ്മയ്ക്ക് മറ്റേ എക്സ്പീരിയൻസ് ആയിരിക്കൂലേ, ഇത് വേദനയൊക്കെ മാറി തുടങ്ങി കാണും. എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണി, പശു, എല്ലാം കൊണ്ട് പണിയാ. ഞങ്ങള് 2 ദിവസം കൂടെ ഉണ്ട് ഇവിടെ, ഷൂട്ടുണ്ട്, എന്നിട്ട് പോകും. ഷൂട്ടിന് വന്നിരിക്കുന്നത്. എവിടെയാ ഷൂട്ടിങ്? ഇവിടെ തന്നെയാന്നാ പറഞ്ഞത്, ഇവിടെ അടുത്ത് തന്നെയാണ്. ഏതോ ഒരു വീട്ടിൽ ഇവിടെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, അവിടെയാണ്. വീട്ടിലോ? അടുത്തെങ്ങാണ്ടാന്ന് പറഞ്ഞു, ലൊക്കേഷൻ കറക്റ്റ് അറിയത്തില്ല. പരുന്തുംപാറയിൽ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പരുന്തുംപാറയിൽ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ അവിടെ കടയിൽ. പരുന്തുംപാറയില് അതെവിടെയാ? അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് അമ്മ പോകുന്നത്? ഞാൻ ചില സമയം ഉച്ച കഴിഞ്ഞ് പോകുന്നത്, രാവിലെ പോയി. ഓഹോ, ഞങ്ങള് രാവിലെ അല്ല, വൈകിട്ട് അമ്മ വന്നേ. ഞങ്ങൾ രാത്രി 10 മണി വരെ. അതെ അല്ലേ? ഞങ്ങള് ഒരു 5 മണി സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ആണോ? ഞങ്ങൾ 10 മണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നു. അതെ അല്ലേ? ഓക്കെ. അതെ അല്ലേ? ചായക്കട. അപ്പം അമ്മ തന്നെയാണോ ഇതൊന്നും നോക്കി നടത്തുന്നത്? ആങ്ങളെ അല്ലേ? ഓ, ഞാനിത് വെട്ടിയപ്പോൾ ഇന്ന് കാണാനായിട്ട് വന്നു. ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. തേയില ഇങ്ങനെ അടുത്ത് നിന്ന് നുള്ളുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കൈ കൊണ്ട് നുള്ളി എടുക്കുന്നല്ലേ കാണുന്നത്? അത് ചിലയിടത്ത് വാഗമണ്ണ് ഇങ്ങോട്ട് വെളിയിൽ ഇപ്പോഴും ഉണ്ട് അത്, കൈ കൊണ്ട് നുള്ളി എടുക്കുന്നത്. പക്ഷെ അപ്പൊ കൈ കൊണ്ട് നുള്ളുമ്പോ എത്ര സമയം എടുക്കും ഒരു തോട്ടം തീരാനായിട്ട്? മാസങ്ങൾ എടുക്കില്ലേ? സ്പീഡ് വേണമല്ലേ? ഓ, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു മെഷീനും കൊണ്ടാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പെട്ടെന്ന് തീരുന്നുണ്ടല്ലേ? പെട്ടെന്ന് നല്ല കൊളുന്ത് കിട്ടും. മേളിൽ നിന്ന് മാത്രം ഇതാക്കി എടുക്കാൻ പറ്റും. കൈ കൊണ്ട് എടുക്കുമ്പോൾ 15 അമ്മക്ക് എടുക്കാം. അപ്പൊ എത്ര കിലോ ഒക്കെ കൈ കൊണ്ട് എടുത്തിട്ടുണ്ട്? അപ്പൊ എത്ര കിലോ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ദിവസം? മെഷീൻ ആവുമ്പോ 100-150 കൂടുതലേ എടുക്കാം. അതെ അല്ലേ? ഓ, ഇതെങ്ങനെയാ മെഷീൻ നിങ്ങൾ സ്വന്തമായിട്ട് മേടിക്കുന്നതാണോ അത് ഇവിടെ നിന്ന് ഗവൺമെന്റ് വല്ലതും തരുന്നതാണോ? വിലക്ക് വാങ്ങുന്നതാണ്. ഇതൊരു മെഷീൻ എങ്ങനെയാ വില വരുന്നത്? അത്ര വരും. പിന്നെ സർവീസിങ് ഇടയ്ക്ക് വരുന്നുണ്ടല്ലേ? ഇതാ അമ്മയുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? എൻ്റെ പേര് രാമായി. രാമായി. ഓക്കെ. ഒരു മോള്. രാജേശ്വരി. അതെ അല്ലേ? ഒരു ഡിഫറെന്റ് പേരാണല്ലോ, രാമായി. ഒരു തമിഴ് ബേസ്ഡാണോ അമ്മ? അതെയോ മലയാളി തന്നെയാണോ? തമിഴാണ്. അതാ ഞാൻ ചോദിച്ചത്. എല്ലാം കൂടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ. ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണോ? ഓക്കെ. അപ്പം അമ്മയുടെ പണി നടക്കട്ടെ.